നമുക്കിന്ന് കുക്കറിൽ എങ്ങനെ ഒരു തക്കാളി ചോറ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് കുക്കർ ചൂടാക്കി എണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ കടുകിട്ട് പൊട്ടിച്ച് വറ്റൽമുളകും കറിവേപ്പില ഇട്ട് കൊടുത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം 2 പച്ചമുളക് കീറിയതും ഒരു 3-4 വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്ത് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൂടി ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുക്കണം. തക്കാളി എല്ലാം നന്നായിട്ട് വെന്തതിന് ശേഷം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുത്ത് പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാനിതിൽ കുറച്ച് നെയ്യ് കൂടി ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം നെയ്യ് ചേർത്താൽ മതിയേ. ഇനി ഇത് വേവാൻ ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ച് തക്കാളിയും ഉള്ളിയും നന്നായിട്ട് വെന്തതിന് ശേഷം അതിലേക്ക് മല്ലിയില കൂടി ഇട്ടൊന്ന് ഇളക്കി പിന്നെ നമുക്ക് അരി വേവിക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന പാകത്തിനാണ് ഞാൻ ഒഴിച്ചു കൊടുത്തേക്കുന്നത്. അതിൽ ആവശ്യത്തിന് ചോറിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് അരി ഇട്ട് കൊടുത്തതിന് ശേഷം കുക്കർ അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ കേൾപ്പിച്ചെടുത്താൽ നമ്മുടെ തക്കാളി ചോറ് റെഡിയായി കിട്ടും.